സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ബൗണ്ടഡ്നെസ് എന്ന് പറയുന്ന ഈ സബ്സീക്വൻസിൻ്റെ ടെക്നിക്ക് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത ഹാർമോണിക് സീരീസിൻ്റെ കേസിൽ നമ്മൾ അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിനെ യൂസ് ചെയ്ത ടെക്നിക്കുമായിട്ട് സിമിലർ ആണ്. ബട്ട് ദർസ് എ ഡിഫറൻസ്, സം ഡിഫറൻസ്. ഓക്കെ, സോ നമ്മൾ SKR എന്ന് പറയുന്ന ഒരു ക്ലാസ് ഓഫ് സബ്സീക്വൻസ് എടുക്കണം. അതിനുവേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്നു K1 എന്ന് പറയുന്ന നമ്പർ is actually 2 raised to 1 minus 1, which is actually 1. K2 is actually 2 square minus 1, which is 3. K3 is actually 2 cube minus 1, which is 7. K4, which is actually 2 raised to 4 minus 1, which is 15, etc. Kn is actually 2 raised to n minus 1. നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു സബ്സീക്വൻസ് ആണ് SKR എന്ന രീതിയിൽ ചൂസ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് ടേം ഓഫ് ദ സബ്സീക്വൻസ് SK1 ഈസ് ആക്ച്വലി S1. S1 ഈസ് ആക്ച്വലി 1/1 square. നെക്സ്റ്റ് ഈസ് SK2, which is actually S3. So which should be equal to 1/1 square plus 1/2 square plus 1/3 square. Okay, next is actually SK3, which is equal to S7, which is 1/1 square plus 1/2 square plus 1/3 square plus 1/4 square plus 1/5 square plus 1/6 square plus 1/7 square and so on. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് SN ഒരു മൊണോട്ടോണിക് ഇൻക്രീസിങ് സീക്വൻസ് ആണ്. സോ ഇറ്റ് ഷുഡ് ബി ബൗണ്ടഡ് എബവ്. SKR അല്ലെങ്കിൽ SN ബൗണ്ടഡ് എബവ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ SKR ബൗണ്ടഡ് എബവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ദിസ് തിങ് ഷുഡ് ബി ലെസ് ദാൻ സം നമ്പർ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതിനെക്കാട്ടിലും ഈ ടേംസിനെക്കാട്ടിലും വലിയ ക്വാണ്ടിറ്റീസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമുക്ക് 1/2 square 1/3 square ഉണ്ട്. ഓക്കെ, നമുക്കറിയാം 1/2 square is always greater than or equal to 1/2 square and 1/2 square is always greater than 1/3 square. തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 1/2 square plus 1/2 square is actually greater than 1/2 square plus 1/3 square. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ഈ രണ്ട് ക്വാണ്ടിറ്റിക്കും പകരം അതിനേക്കാട്ടിലും ബിഗ്ഗർ ആയിട്ടുള്ള 1/2 square എന്നുള്ള വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വിച്ച് ഈസ് ക്ലിയർ. ഓക്കെ, സോ ദിസ് ഷുഡ് ബി ലെസ് ദാൻ or equal to 1/1 square plus 1/2 square plus 1/2 square. 1/2 square plus 1/2 square is 2/2 square, which is actually 1/2. So this is equal to 1 plus 1/2. Okay, so SK2 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി is actually less than 1 plus 1/2. So ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. 1/2 സ്ക്വയറിനും 1/3 സ്ക്വയറിനും പകരം 1/2 സ്ക്വയർ എന്ന് കൊടുക്കാം. അതുപോലെ 1/4 സ്ക്വയർ തൊട്ട് 1/7 സ്ക്വയർ വരെയുള്ളതിന് പകരം അതിനേക്കാട്ടിലും വലുതായിട്ടുള്ള 1/4 സ്ക്വയർ കൊടുക്കാം. ഓക്കെ, നമ്മൾ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് വേണ്ടത്. അതുകൊണ്ടാണ് ഈ 4 ക്വാണ്ടിറ്റിക്കും പകരം അതിനേക്കാട്ടിൽ എല്ലാത്തിനും വലുതായിട്ടുള്ള 1/4 സ്ക്വയർ എന്നുള്ള ക്വാണ്ടിറ്റി കൊടുക്കുന്നത്. സോ ദിസ് ആക്ച്വലി ലെസ് ദാൻ 1/1 സ്ക്വയർ പ്ലസ് 1/2 square plus 1/3 square is actually less than 2/2 square. കാരണം രണ്ടിനും പകരം 1/2 square എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് ഈസ് ആക്ച്വലി ഈ 4 ക്വാണ്ടിറ്റിക്കും പകരം 1/4 square. സോ 1/4 square plus 1/4 square plus 1/4 square plus 1/4 square. So which is equal to 1 plus 1/2 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഈസ് 4/4 square എന്ന് കിട്ടും. 4/4 സ്ക്വയറിൻ്റെ അകത്തുനിന്ന് ഒരു 4 ക്യാൻസൽ ചെയ്യുമ്പോൾ 1/4 എന്ന് കിട്ടും. ഓക്കെ, സോ വിച്ച് ക്യാൻ ബി അഗെയിൻ റിട്ടൺ ആസ് 1 plus 1/2 plus 1/2 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ SK എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഈസ് ആക്ച്വലി ലെസ് ദാൻ 1 plus 1/2
പ്ലസ് 1/2². നമ്മൾ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞ് SK2ൻ്റെ അകത്ത് എല്ലാത്തിനും പകരം 1/2² ആണ് കൊടുക്കുന്നത്. SK3ക്ക് പകരം എല്ലാത്തിനും പകരം നമ്മൾ ഒരു സ്റ്റേജിന് ശേഷം 1/2³ ആണ്, 1/2² 1/2³ ആണ് കൊടുക്കുന്നത്. SK4ൻ്റെ അകത്ത് ഒരു സ്റ്റേജിന് ശേഷം എല്ലാത്തിനും പകരം 1/2⁴ ആണ്. നമുക്കൊരു ടേം കൂടെ ഒബ്സർവ് ചെയ്തിട്ട് ബാക്കി നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നോക്കാം. SK4 is actually S15. S15 is actually 1 plus 1/2² plus etc. plus 1/7² വരെയുള്ള നമ്മൾ എഴുതി, പ്ലസ് 1/8² പ്ലസ് 1/9² പ്ലസ് 1/10² അപ് ടു എക്സെട്ര 1/15². ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എല്ലാത്തിനും പകരം നമ്മളിവിടെ 8 തൊട്ട് 15 വരെ 8 ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതിനെല്ലാത്തിനും പകരം 1/8² ആണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് ആക്ച്വലി നമുക്ക് ലെസ് ദാൻ 1 പ്ലസ് 2/2². ബാക്കിയുള്ളത് 1/4² തൊട്ട് 1/7² പകരം 1/4² കൊടുക്കുമ്പോൾ ലെസ് ദാൻ 4/4². ഓക്കെ, ഇനി അടുത്തത് ഇത്രയും ക്വാണ്ടിറ്റീസിന് പകരം നമ്മൾ 1/8², അതിനെക്കാട്ടിട്ട് എല്ലാത്തിനും വലുതായിട്ടുള്ള 1/8² നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ 8 ടേംസ് ഉണ്ട്. എല്ലാത്തിനും 1/8² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 8/8² എന്ന് കിട്ടും. സോ വി ഷുഡ് ബി ഈക്വൽ ടു 1 പ്ലസ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8, അല്ലെങ്കിൽ 1 പ്ലസ് 1/2 പ്ലസ് 1/2² പ്ലസ് 1/2³ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ SK4 ഈസ് ആക്ച്വലി ലെസ് ദാൻ 1 പ്ലസ് 1/2 പ്ലസ് 1/2² പ്ലസ് 1/2³ എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ ഇൻ ജനറൽ SK5ൻ്റെ കേസിൽ നമുക്ക് ഇതിന് ശേഷം 1/16 തൊട്ട് 1/31 വരെ ഉണ്ട്. അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? 1/16 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, SK5 എന്ന് വെച്ചാൽ S31 ആണ്, വിച്ച് ഈസ് നമുക്ക് ഞാൻ SK4 പ്ലസ്, അതായത് 1/15² വരെ ഉള്ളത് സം ചെയ്തു, 1/16² പ്ലസ് 1/17² പ്ലസ് എക്സെട്ര ടു 1/31². ഓക്കെ, ദിസ് ക്വാണ്ടിറ്റി ഈസ് ലെസ് ദാൻ 1 പ്ലസ് 1/2 പ്ലസ് 1/2² പ്ലസ് 1/2³. ഇനി ഇവിടം തൊട്ട് 1/16 തൊട്ട് 1/31 വരെയുള്ള ക്വാണ്ടിറ്റീസിന് പകരം അതിനെക്കാട്ടിലും വലുതായ 1/16² നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ദ ആൻസർ ബിക്കംസ് ദിസ് ഈസ് ആക്ച്വലി ലെസ് ദാൻ 1 പ്ലസ് 1/2 പ്ലസ് 1/2² പ്ലസ് 1/2³, കാരണം SK4 ഈസ് ആക്ച്വലി ലെസ് ദാൻ ദിസ്. നൗ ബാക്കി എല്ലാത്തിനും പകരം നമ്മൾ 1/16² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അതിനെക്കാട്ടിലും വലുതായിട്ടുള്ളൂ. സോ 16 ക്വാണ്ടിറ്റീസ് ഉണ്ട്, 1/16 തൊട്ട് 1/31² വരെ. സോ ദ ആൻസർ ബിക്കംസ് നമ്മൾ 16 ടൈംസ് എന്ത് കൊടുക്കുന്നു? 16² കൊടുക്കുന്നുണ്ട്. സോ ദിസ് തിങ് ബിക്കംസ് ആക്ച്വലി 1 പ്ലസ് 1/2 പ്ലസ് 1/2² പ്ലസ് 1/2³ പ്ലസ് 1/16 എന്ന് കിട്ടും. 1/16 is actually 1/2⁴. അപ്പോൾ SK5 is actually less than 1 plus 1/2 plus 1/2² plus 1/2³ plus 1/2⁴. സോ നമ്മൾ ഈ പാറ്റേൺ ഒബ്സർവ് ചെയ്താൽ SK5 എടുത്തപ്പോൾ നമുക്ക് 1/2⁴ വരെയുള്ളത് കിട്ടി. ഇൻ ജനറൽ നമുക്ക് SKn എടുത്താൽ which should be less than 1 plus 1/2² plus 1/2³ plus etc. 1/2⁻n-1 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, കാരണം ഇവിടെ 4 എടുത്തപ്പോൾ 5 എടുത്തപ്പോൾ 4 വരെ വന്നു. തൊട്ട് മുമ്പേ SK4 എടുത്തപ്പോൾ 1/2³ വരെ വന്നു. ഓക്കെ, ഇത് വളരെ എളുപ്പമാണ്, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ച് നമുക്ക് ചെയ്യാം. സോ എക്സ്റ്റെൻഡിങ് ദിസ് യൂസിങ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വി ഗെറ്റ് ദിസ്. അപ്പോൾ നമുക്ക് SK എന്ന് പറയുന്ന സീക്വൻസ് ഈസ് ആക്ച്വലി ലെസ് ദാൻ 1 പ്ലസ് 1/2² പ്ലസ് 1/2³ പ്ലസ് എക്സെട്ര 1/2⁻n-1 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ സം, ദിസ് ഈസ് ആക്ച്വലി എ ജോമെട്രിക് സീരീസ് വിത്ത് കോമൺ റേഷ്യോ 1/2. സോ 1 പ്ലസ് 1/2² 1/2³
plus etc. 1 by 2 raised to n minus 1. Geometric series sum വെച്ച് a is 1, r is 1 by 2, a into 1 minus r raised to, ഇവിടെ n minus 1 terms ഉള്ളൂ, so r raised to n divided by 1 minus r. So a is actually 1, so 1 into 1 minus 1 by 2 the whole raised to n divided by 1 minus 1 by 2. 1 minus 1 by 2 നമുക്ക് 1 by 2 എന്ന് എഴുതാം. So 1 divided by 1 by 2 times 1 minus 1 by 2 raised to n. Okay. So ഇതിനെ നമുക്ക് വീണ്ടും എഴുതുമ്പോൾ, so this is equal to 2 times 1 minus 1 by 2 raised to n എന്ന് കിട്ടും. Okay. So this is less than 2 into 1, കാരണം ഇവിടെ മൈനസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി നമ്മൾ കുറച്ചു. Okay. So 1 plus 1 by 2 square plus 1 by 2 cube plus etc. 1 by 2 raised to n minus 1 is actually less than 2. Okay. So we can actually do that. So generally skn is less than 1 plus 1 by 2 square plus etc. up to 1 by 2 raised to n minus 1, which is less than 2. Okay. നമുക്ക് ആ സെൻറ്റൻസ് ടു ഇൻഫിനിറ്റി എന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ. സോ ഫോർ ഓൾ n. Okay. Which means that skn is bounded above. ഓക്കെ. അപ്പോൾ skn ബൗണ്ടഡ് അബോവ് ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും Sn is also bounded. കാരണം മൊണോട്ടോണിക് സീക്വൻസിൻ്റെ കേസിൽ ഏതെങ്കിലും ഒരു സബ് സീക്വൻസ് ബൗണ്ടഡ് ആയാൽ മതി, ആ സീക്വൻസ് തന്നെ ബൗണ്ടഡ് ആകും. സോ വിച്ച് മീൻസ് Sn is bounded. നമുക്ക് മൊണോട്ടോണിക് ഇൻക്രീസിങ് സീക്വൻസിൻ്റെ കേസിൽ ബൗണ്ടഡ് എബോവ് ആയാൽ മതി. സോ Sn is monotonic increasing plus bounded above, which implies by monotone convergence theorem Sn is convergent. Monotone convergence theorem. So Sn ഒരു convergent sequence ആണ്. So sequence of partial sums. So sequence of partial sums of summation 1 by n is convergent. Summation 1 by n square, is convergent, which implies summation 1 by n square is also convergent. Okay. So ഈ സീരീസ് ആക്ച്വലി കൺവേർജൻ്റ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. സമേഷൻ 1 ബൈ n കൺവേർജൻ്റ് അല്ലെങ്കിലും സമേഷൻ 1 ബൈ n സ്ക്വയർ കൺവേർജൻ്റ് ആണ്. ഓക്കെ. സോ നമ്മൾ അവിടെ ചെയ്തത് Sn മൊണോട്ടോണിക് ആണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇനി അടുത്തത് കൺവേർജൻ്റ് ആകാൻ വേണ്ടി നമുക്ക് ബൗണ്ടഡ് എബോവ് ആണെന്ന് തെളിയിക്കണം. അതിനുവേണ്ടി എല്ലാത്തിനും പകരം അതിനെക്കാട്ടിലും ബിഗ്ഗർ ആയിട്ടുള്ള ടേംസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടെ 1 by 2 സ്ക്വയർ കൊടുത്തു, അടുത്ത സ്റ്റേജ് 1 by 4 സ്ക്വയർ, നെക്സ്റ്റ് 1 by 16 സ്ക്വയർ എക്സെട്ര. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു K1 K2 എക്സെട്ര എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഓഫ് സബ് സീക്വൻസും എടുത്തു. സോ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചു skn ഈസ് ആക്ച്വലി ലെസ് ദാൻ 2 എന്ന് കിട്ടി, വിച്ച് മീൻസ് skn ഈസ് ആക്ച്വലി ബൗണ്ടഡ്, വിച്ച് ഈസ് ഓൾസോ മൊണോട്ടോണിക്. അപ്പോൾ Sn ഒരു സബ് ക്ലാസ് ഓഫ് സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് കിട്ടി. Sn മൊണോട്ടോണിക് ആയതുകൊണ്ട് ഒരു സബ് ക്ലാസ് ഓഫ് സീക്വൻസ് ബൗണ്ടഡ് ആയതുകൊണ്ട് Sn ബൗണ്ടഡ് ആണ്. സോ Sn ഈസ് മൊണോട്ടോണിക് ആൻഡ് ബൗണ്ടഡ്, which means Sn is convergent. 1 by n square the sequence of partial sums bounded ആണ്, which means എന്താണ് 1 by n square convergent ആണ്. നമുക്ക് Sൻ്റെ ബൗണ്ടഡ്നെസ് നമുക്ക് വേറൊരു രീതിയിലും പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ ഓൾറെഡി ചെയ്ത ഒരു ടെക്നിക്കുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്. സോ അതുകൂടെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ട് പോവാം. Sn മൊണോട്ടോണിക് ഇൻക്രീസിംഗ് ആണ് നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തു. സബ് സീക്വൻസ് എടുക്കാതെ നമുക്ക് ബൗണ്ടഡ്നെസ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഓക്കെ. സോ Sn ബൗണ്ടഡ് ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ Sn ഈസ് ബൗണ്ടഡ്. So Sn is actually 1 plus 1 by 2 square plus 1 by 3 square plus 1 by 4 square plus 1 by 5 square plus etc. 1 by n square. Okay.
സോ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്കറിയാം 1 into 2 is less than 2 square. So 1 by 1 into 2 is greater than 1 by 2 square. Okay. So 1 by 2 square എന്ന് പറയുന്നത് അതിനെക്കാട്ടിലും വലുതായ 1 by 1 into 2 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അതുപോലെ 2 into 3 is less than 3 square. കാരണം 2-നെക്കാട്ടിലും ചെറിയ 3 കൊണ്ടാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തത്. സോ 1 by 2 into 3 should be greater than 1 by 3 square. അഡ്ജസ്റ്റ്മെൻറ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 1 by 3 square എന്ന് പറയുന്നത് 1 by 2 into 3 എന്ന് കൊടുക്കാം. സിമിലർലി 1 by 3 into 4 is actually greater than 1 by 4 square. ഓക്കെ, ഇങ്ങനെ പ്രൊസീഡ് ചെയ്താൽ നമ്മളിതിനെല്ലാത്തിനും പകരം അതിനെക്കാട്ടിലും ബിഗ്ഗർ ക്വാണ്ടിറ്റീസ് ആണ് കൊടുക്കുന്നത്. ഇവിടെ 1 by 2 square എന്ന് പകരം 1 by 1 into 2, ഇവിടെ 1 by 2 into 3, ഇവിടെ 1 by 3 into 4, ഇവിടെ 1 by 4 into 5, എക്സെട്ര ഇവിടെ 1 by n minus 1 times n. ഓക്കെ, ലാസ്റ്റിൽ n minus 1 times n is less than n square. So 1 by n minus 1 times n is actually greater than 1 by n square. So this is actually less than 1 plus 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 plus 1 by 4 into 5 plus etc. 1 by n minus 2 times n minus 1, ഇനി തൊട്ട് മുമ്പത്തെ ടേം എഴുതുന്നു, പ്ലസ് എക്സെട്ര 1 by n minus 1 times n. ഓക്കെ, നമുക്കിങ്ങനെ എഴുതാം. ഓക്കെ, സോ ഇനി നമ്മൾ ഇവിടെ ഓൾറെഡി ചെയ്താണ് 1 by 1 into 2-വിനെ നമുക്ക് 1 by 1 minus 1 by 2 എന്ന് എഴുതാം. അതുപോലെ 1 by 2 into 3-യെ നമുക്ക് 1 by 2 minus 1 by 3 എന്ന് എഴുതാം. ഓക്കെ, 1 by 3 into 4-നെ നമുക്ക് 1 by 3 minus 1 by 4 എന്ന് എഴുതാം. എക്സെട്ര 1 by n minus 1 times n-നെ നമുക്ക് 1 by n minus 1 minus 1 by n എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അത് വെച്ച് പ്രൊസീഡ് ചെയ്തപ്പോൾ ഓക്കെ, സോ Sn should be less than 1 plus 1 by 1 minus 1 by 2. കാരണം 1 by 1 into 2-നെ അങ്ങനെ എഴുതി. അടുത്തത് 1 by 2 minus 1 by 3. അടുത്തത് 1 by 3 minus 1 by 4 plus etc. 1 by n minus 2 minus 1 by n minus 1. അടുത്തത് പ്ലസ് 1 by n minus 1 minus 1 by n. നമുക്കിങ്ങനെ എഴുതാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് സിമിലർ ആയിട്ടുള്ള ടേംസ് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുക. ഓക്കെ, സോ ദിസ് ഇംപ്ലൈസ് സിമിലർ ആയിട്ടുള്ള 1 by 2 ക്യാൻസലായി, 1 by 3 ക്യാൻസലായി, 1 by 4 ക്യാൻസലായി, എക്സെട്ര 1 by n minus 2, 1 by n minus 1 വരെയുള്ള ടേംസ് ക്യാൻസലാകുന്നു. ഓക്കെ, സോ വിച്ച് ബിക്കംസ് ഇത് ക്യാൻസലാക്കി കളയുമ്പോൾ വാട്ട് വി ആർ ഗോയിങ് ടു ഗെറ്റ് ഈസ് ഓക്കെ, സോ Sn ഈസ് ആക്ച്വലി ലെസ് ദാൻ 1 പ്ലസ് ഇവിടെ 1 by 1 റിമെയിൻ ചെയ്യുന്നു, ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് മൈനസ് 1 by n. ഓക്കെ, 1 by n എന്നുള്ളതൊരു പോസിറ്റീവ് നമ്പറാണ്. സോ ദിസ് ഈസ് ആക്ച്വലി ലെസ് ദാൻ 1 പ്ലസ് 1 by 1 ഓർ ഈക്വൽ ടു 2. സോ ജനറലി Sn ഈസ് ലെസ് ദാൻ 2 ഫോർ ഓൾ n എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ ചെയ്താൽ Sn ബൗണ്ടഡ് ആണെന്ന് കിട്ടി. സോ Sn ഈസ് ബൗണ്ടഡ്. നമുക്ക് സബ്സീക്വൻസ് ഒന്നും എടുക്കണ്ട, ഓൾറെഡി പറഞ്ഞു Sn ഈസ് monotonic. So monotonic and bounded implies Sn is convergent. Okay, so Sn is monotonic increasing and bounded implies Sn convergent, which implies summation 1 by n square is also convergent. So നമുക്ക് ഇങ്ങനെയും ചെയ്യാം, ബൗണ്ടഡ്നെസ് ഇങ്ങനെയും എസ്റ്റാബ്ലിഷ് ചെയ്യാം. Whatever method which you seems preferable, you can proceed with that. Okay, thank you.